ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അറിയപ്പെടുക, സ്നേഹിക്കപ്പെടുക, ഇത് രണ്ടും പ്രധാനപ്പെട്ടവയാണ്. ഇവ രണ്ടും ഒരുമിച്ച് ചേർന്നെങ്കിലേ യഥാർത്ഥ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അറിയപ്പെടുക എന്നാൽ നമ്മുടെ അകവും പുറവും അറിയുക എന്നതാണ്. എന്തു പറയുമ്പോഴാണ് എനിക്ക് കോപവും നിരാശയും ഉണ്ടാകുന്നത്? എന്തു പറയുമ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടാകുന്നത്? എൻ്റെ അഭിരുചികൾ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ അറിവുണ്ടാകണം. അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല, അതിനോടൊപ്പം സ്നേഹവും പങ്കുവയ്ക്കുവാനുള്ള കൃപ ഉണ്ടാകണം. എന്തു പറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകുന്നത്, അതിനെ കൊടുക്കുന്നതാണ് യഥാർത്ഥ അറിവ്. പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് നമുക്കുണ്ട്. എന്നാൽ അവരുടെ അഭിരുചികളെ, ഇഷ്ടങ്ങളെ നമുക്കറിഞ്ഞുകൂടാ. നമ്മെ അറിയുന്ന എത്ര പേരുണ്ട്? നമ്മുടെ കുറവുകളെ മാറ്റിവെച്ച് നമ്മിലുള്ള നിറവുകളെ, നന്മകളെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും എത്ര പേർക്ക് കഴിയും? ദാമ്പത്യ ബന്ധങ്ങൾ തുടങ്ങി ഈ ഭൂമിയിലെ ഏതൊരു സ്നേഹബന്ധത്തിനും പരിമിതികളുണ്ട്. നിലനിൽക്കുന്നതായ ഒരു സ്നേഹവും ഇവിടെയില്ല. എന്നാൽ നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ നീളവും വീതിയും ഉയരവും ആഴവും അറിയുന്ന, നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ഒരു സ്നേഹമേ, സ്നേഹിതനെ നമുക്കുള്ളൂ. അത് ക്രിസ്തുവാണ്. എല്ലാ അതിർവരമ്പുകളെയും നീക്കി മാനുഷികമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഭേദിച്ചുകൊണ്ട് നമ്മൾ വീണുപോയ, പതറിപ്പോയ ആ സ്ഥലത്തു വന്ന് നമ്മെ തൻ്റെ മാറോട് ചേർക്കുന്ന ഏക സ്നേഹമാണ് യേശു. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ദൈവത്താൽ നാം അറിയപ്പെടുക, ദൈവിക സ്നേഹം അനുഭവിക്കുക എന്നതാണ്. നമ്മുടെ പരാജയം എവിടെയെന്നറിയാമോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നാം അറിയുന്നില്ല എന്നതാണ്. ലോകത്തിൻ്റെ പിന്നാലെ സ്നേഹത്തിനായി ഓടുമ്പോൾ അതാ ദൈവിക കരങ്ങൾ നിന്നെ സ്നേഹിക്കുവാനായി കാത്തിരിക്കുകയാണ്. അമ്മയുടെ സ്നേഹം അവസാനിക്കുന്നിടത്തുപോലും ദൈവസ്നേഹം നമ്മെ മാറോട് ചേർക്കുന്നു. 1 യോഹന്നാൻ 4:7. നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.